ഫേസ്ബുക്ക്. നീ ഒരു കാര്യം ശ്രദ്ധിച്ചാ, കഴിഞ്ഞ ദിവസം എലിനെ കളിയാക്കിയിട്ട് വിസ്മി ഒരു ക്യാരക്ടർ ചെയ്തില്ലേ, അതിനുശേഷം ഡാൻസ് അത് നിർത്തി. ഡാൻസ് മാത്രമല്ല, ഇങ്ങനെ ഒരു വരവുണ്ട്, ഇങ്ങനെ അത് നിർത്തി. അത് മാത്രമല്ല, ഞാൻ ഇവിടെ വന്നിട്ട് ഭയങ്കര റോബോട്ടിക് ആയി തുടങ്ങി കുറച്ച്. അത് വിട്ടേക്ക്, അതിനെ പറ്റി ടെൻഷൻ ആവണ്ട. കാരണം എനിക്ക് തോന്നി ഇപ്പൊ ഈ വരവ് കണ്ടപ്പോ തന്നെ മനസ്സിലായി. ശരി, നമ്മളിവിടെ വർത്താനം പറഞ്ഞു നിന്ന് പറഞ്ഞേ. പ്രേക്ഷകരെ, നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോ ആയ കോമഡി മാസ്റ്റേഴ്സിലേക്ക്. അപ്പൊ എന്തായാലും മാസ്റ്റേഴ്സ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട്, ഒരാളും കൂടെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർ ഇപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും ആരാണ് ആ വ്യക്തി എന്നുള്ളത് അറിയാൻ വേണ്ടി. നമ്മുടെ ഈ കോമഡി മാസ്റ്റേഴ്സിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പലപ്പോഴായിട്ട് നമ്മൾ ഈ ഫ്ലോറിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഷോയിലൂടെ പറഞ്ഞിട്ടുണ്ട്, ചിരിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല. അതുപോലെ തന്നെ കോമഡി കൈകാര്യം ചെയ്യാന്നുള്ളതും അത്ര വലിയ എളുപ്പമുള്ള പരിപാടിയും അല്ല. അപ്പോൾ ഈ കോമഡി കൈകാര്യം ചെയ്ത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചും നമ്മൾ ആ കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് ചെയ്യുന്ന സിനിമകളിൽ എല്ലാം നല്ല ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്ത് നാഷണൽ അവാർഡ് വരെ എത്തി നിൽക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരായ ഒരു താരമാണ് ഇവിടെ എത്താൻ പോകുന്നത്. പക്രുചേട്ടൻ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യാനുണ്ടോ? അല്ല, അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. കാരണം ഈ അടുത്ത കാലത്ത് നാഷണൽ അവാർഡ് കിട്ടിയ നടി ആര് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. നടി ആര് എന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അതെ, നമ്മുടെ സ്വന്തം സുരഭി ലക്ഷ്മി. ഹായ് സുരഭി ചേച്ചി. ഹായ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. ചേച്ചി ഒന്നും വിളിക്കാൻ തോന്നുന്നില്ല, എന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഭയങ്കര യങ് ആയിട്ട്. അത് നേരത്തെ അങ്ങനെ തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ എടുത്താ പൊങ്ങാത്ത കഥാപാത്രങ്ങൾ ആദ്യമേ അങ്ങ് തന്ന് പ്രാരാബ്ധങ്ങളിലേക്ക് എന്നെ തള്ളിവിട്ടത് കൊണ്ട് കുറച്ച് പ്രായം കൂടി പോയതാ അല്ലേ പക്രുചേട്ടാ? പക്ഷേ സുരഭി ചേച്ചിക്ക് ഇതുവരെ ഒരു വ്യത്യാസം വന്നിട്ടില്ല. വർത്താനത്തിലാണെങ്കിലും ആ ഒരു പ്രസൻസിലാണെങ്കിലും എപ്പോഴും ഭയങ്കര പ്ലസന്റ് ആയിട്ടാണ് സുരഭി ചേച്ചിനെ എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. ക്യാരക്ടേഴ്സിൽ കാര്യം ഭയങ്കര ദേഷ്യപ്പെട്ടുള്ളതൊക്കെ ചെയ്യുമെങ്കിലും എവിടെയെങ്കിലും നമ്മൾ മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ചേച്ചിയുടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് വൈബ്സ് നൽകുന്ന രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രേക്ഷകരെയൊക്കെ എല്ലാവരും ഒരുപോലെ ചേച്ചീനെ പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. എല്ലാവരും എല്ലാ സ്റ്റേജിലും പറയുന്നത് ചേച്ചിക്ക് മറക്കാനാവാത്ത ഒരു കഥാപാത്രമാണ് പാത്തു എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നിന്നും ഒരുപാട് വ്യത്യസ്തമായ ക്യാരക്ടേഴ്സാണ് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് കുമാരി എന്ന് പറയുന്ന മൂവിയിലെ ക്യാരക്ടറൊക്കെ എന്റെ ദൈവമേ കണ്ടിരുന്നോ? പിന്നെ അത് മാത്രമല്ല, അതിന്റെ കുറെ വിഷ്വൽസ് അല്ലാണ്ട് സോഷ്യൽ മീഡിയ കൂടെ വരുന്നുണ്ടായിരുന്നു. മേക്കപ്പിന്റെ സമയത്തുള്ളതും ഡബ് ചെയ്യുന്നതിന്റെ ആ ഒരു സ്ട്രെയിനും കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് എന്തുമാത്രം സ്ട്രെയിൻ എടുത്തിട്ടാണ് ആ ക്യാരക്ടർ ഉൾക്കൊണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ആദ്യം എന്നോട് ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള ചേട്ടൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് മുത്തങ്ങ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. ഞാൻ വെച്ചാൽ മുത്തങ്ങ ഒരു സ്ഥലപ്പേരല്ലേ, ആ പേരിലൊക്കെ അഭിനയിക്കാൻ മാത്രം ഞാനായോ? അത് 80 വയസ്സ്. ഓക്കെ, അവൻ 80 വയസ്സെന്നൊക്കെ പറഞ്ഞ ഒരു 10-25 കൊല്ലം അങ്ങോട്ടും ഒരു 15 കൊല്ലം ഇങ്ങോട്ടും ഒക്കെ എനിക്ക് പോകാൻ പറ്റും. പക്ഷേ ഇത്രയും പോകണമെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടർ ആയിരിക്കണം അതിലെ മെയിൻ ക്യാരക്ടർ. ഞാൻ ഒരു 6 മാസം മാനസികമായി 80 വയസ്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ തയ്യാറാണ്. അല്ലാതെ അവിടെ ഇവിടെ വരുന്ന ഒരു 5-6 സീനിന് വേണ്ടിയിട്ട് ഞാൻ അത്ര എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് അതെന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുമോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊരു പോക്കായിരുന്നു. പിന്നെ അതിൻ്റെ പ്രായമോ അല്ലെങ്കിൽ അതിൻ്റെ ജെൻഡറോ ഒന്നും വിഷയമാവാത്ത രീതിയിൽ അതിനെ ഫോം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ മുത്തങ്ങയിൽ പോയിട്ട് തന്നെയാണ് ഈ സ്ലാങ് റെഡിയാക്കി കൊണ്ടുവന്നത്. സ്ലാങ് വെച്ച് പഠിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ചേച്ചിക്ക് ഓൾറെഡി നമുക്ക് അറിയാവുന്നത് പറയുന്നത് കുറച്ചൊരു മലബാർ ടച്ചിലുള്ള ഒരു സ്ലാങ് ആണ്. അടുത്താണല്ലോ മുത്തങ്ങ കൂടുതൽ സ്ലാങ്ങിൽ എന്തെങ്കിലും ഒരു 2 ഡയലോഗ് പറഞ്ഞേ. ഈ കാട് കടന്തല ഒരു പുഴ കാണാ, പുഴേനക്കരെ നാ കാത്തു നിക്കേ, നാനേ നിന്നെ ചെറുത്താൻ അരുവിലേക്ക് കൊണ്ടുപോകേ. ഇതിന്റെ വേറൊരു വയസ്സ് എലീന ഇടയ്ക്ക് കാണിക്കാറുണ്ട്. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് ഒരു ബ്രേക്ക് പറയുന്നതല്ലേ? തോന്നി. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഇന്ന് ഈ സ്ലാങ്ങും കാര്യങ്ങളും ഒക്കെ വേണം. മൊത്തത്തിലെല്ലാം നമ്മുടെ സുരഭി ചേച്ചിന്റെ ഫുൾ പവർ ആണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. എലീന വേറൊരു കാര്യം എന്തോ, ഞാൻ ഒരു കാര്യം പറഞ്ഞ എലീന അതെന്നോട് തിരിച്ചു പറയണം. ഇതേ സ്ലാങ്ങില് ഏ കൊന്തും ചെയ്വ കപ്പട് കാണി, ഏ കൊഞ്ചും ചെയ്വ കപ്പട് കാണി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയ്യോ, കറക്റ്റ് ആയിട്ട് പറഞ്ഞു. കറക്റ്റ് സാധനം. നാദിക്കെന്ന് പറഞ്ഞത് ഏ കൊഞ്ചും ചെയ്വ കപ്പക്കാളി, ഏ കൊഞ്ചും ചെയ്വ കാപ്പട് കാണി, കാപ്പട് കാണി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അങ്ങോട്ട് പോയാലോ? അല്ല, സാഗർ എലിയാസ് ജാക്സൺ. നമുക്ക് പോയാലോ? ഇല്ല, പോലെ. അല്ല, അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കിന്ന് ഒരു പരിപാടിയും ചെയ്യണ്ടേ? നമുക്ക് ചേച്ചി ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് സ്ലാങ് ഒക്കെ കാര്യങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ വിചാരിച്ച സ്ലാങ് കൊണ്ടൊരു ചെറിയ പരിപാടി കൊടുക്കാന്ന്. എന്താണ് കൊടുക്കണ്ടേ?
ഇക്ക ഡു യു വാണ്ട് ഷെയർ സംതിങ് ബിക്കോസ് നിങ്ങൾ ഒരുമിച്ച് സിനിമ വർക്ക് ഉണ്ട്. ചെയ്തിട്ടുണ്ട്. എന്റെ ഡയറക്ടറാണ് അദ്ദേഹം. ഏത് മൂവിയായിരുന്നു അത്? മേരാ നാം ഷാജി. ഓ മേരാ നാം ഷാജി. നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ടല്ലോ, അത് പറഞ്ഞില്ല. പൊട്ടിക്കട്ടെ നീ. അത് അടുത്ത എപ്പിസോഡ് അത് അടുത്ത എപ്പിസോഡ് പുറത്ത് പറയില്ല അത്. സസ്പെൻസ് ആയിട്ട് അത് അടുത്ത എപ്പിസോഡ് ഞങ്ങൾ പറയും. അടുത്ത എപ്പിസോഡ്, അതായത് ഇവര് തമ്മിൽ എന്താണ് പറയാൻ പോകുന്നതെന്നുള്ള അടുത്ത എപ്പിസോഡ് അത് നിങ്ങൾ ഞെട്ടണം. ഞങ്ങൾ ഞെട്ടും. ഒരു ചെറിയ ഗ്യാപ്പ് ഒരു കാര്യം ചെയ്ത് ഇതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് അവിടെ കിടക്കട്ടെ. അതവിടെ കിടക്കട്ടെ. ഒരു ബ്രേക്ക് പറഞ്ഞല്ലോ. എനിക്കതങ്ങനെ വലിയ ഇഷ്ടപ്പെട്ടില്ല, പിന്നെ കുഴപ്പമില്ല, പോട്ടെ, സാരമില്ല. സംഭവം നമ്മൾ ഇത്ര അടിപൊളിയാക്കിയ സ്ഥിതിക്ക് ഒരു ചെറിയ ടാസ്ക്. ആ മലബാർ ഭാഷ കേൾക്കാനുള്ള ഒരു ആഗ്രഹവും കൊതിയും കൊണ്ടാണ് നിങ്ങളിത് കാണുക. സംഭവം അപ്പൊ നമ്മുടെ ഷൈജു ദാമോദരൻ ചേട്ടൻ ഈ ഒരു വോയിസ് എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വോയിസ് ആണ്. അപ്പം കമന്റേറ്ററി ആ മലബാർ ഭാഷയിൽ 2 ലൈനിലാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടേതായ ആ ഒരു തനതായ ഭാഷയിൽ കമന്റേറ്ററി ആയിട്ട് ആ ഒരു സ്ലാങ്ങിൽ പറഞ്ഞു പോയാൽ മതി. സിമ്പിൾ ആയിട്ട് 2ഓ 3ഓ, ഇനിയിപ്പോ ആവേശം കൂടുകയാണെങ്കിൽ അത് 10ഓ, ഒരു പ്രശ്നമില്ല. അതിന്റെ കൂടെ വേറൊരാളും കൂടെ പറയാൻ വേണം. കാലിക്കറ്റില്ല. പറ്റും. കാലിക്കറ്റ് വേണ്ട, അതല്ല രണ്ട് സ്ഥലത്തെ പോരെ. എങ്കിൽ പ്രേക്ഷകരെ മെസ്സി അത് ഓടാണിത്. അതൊക്കെ ഒരു പന്തിന്റെ പുറകെ 10-12 ആൾക്കാർ ഓടുന്ന മനോഹരമായ കാഴ്ചയാണ് ഇത്. വേറെ എവിടെയും കാണാൻ പറ്റൂല. കൊടുവള്ളിയെ കൊടുമ്പിരി കൊള്ളിക്കുന്ന നമ്മുടെ ഗ്രൗണ്ടിൽ ഇതാ മെസ്സി ഓടുന്നു. എന്താണ് എംബാപ്പ, നിങ്ങൾ വന്ന ഗോൾ അങ്ങ് തട്ടിയെടുത്ത് കൊണ്ടുപോയല്ലോ. എങ്ങനെയിരുന്നു അത്? അത് എംബാപ്പെ അല്ല, അർജന്റീനയുടെ തന്നെ ഒരു കളിക്കാരനാണ്. അതെ അതെ, അൽവാരസ് എന്നാണ് അവന്റെ പേര്. അൽവാരസ് ആണ് വന്നിരിക്കുന്നത്. ഗോളി വിളിക്കുന്നുണ്ട്. അവൻ എന്തോ ഒരു ഫൗൾ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഗോളി വിളിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അവർ തമ്മിൽ വേറെ എന്തോ കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യാണ്. അല്ല, സാധാരണ റഫറിയാണ് വാണിംഗ് കൊടുക്കുന്നത്. റഫറിക്ക് വാണിംഗ് കൊടുത്താണ്. തട്ടിപ്പിടിക്കുന്നു. പന്ത് പിടിക്കാൻ പാടില്ല. അല്ല, അത് ഗോളിയാണ് പിടിച്ചത്. ഗോളിയാണ് പിടിച്ചിരിക്കുന്നത്. അയാൾക്ക് പിന്നെ എന്ത് ആവാലോ, ഗോളിക്കൊക്കെ പിന്നെ എന്ത് ആവാലോ അല്ലേ? കളക്കി. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതുപോലൊരു കമന്ററി ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഏതാണ്ട് ഇതേപോലെ തന്നെ എന്നിട്ട് ഏതോ ഒരു ഇന്റർവ്യൂവിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെ, ഞാൻ നാഷണൽ എല്ലായിടത്തും പറഞ്ഞതാണ്. എന്നാലും നാഷണൽ അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോ വാങ്ങിച്ച് തിരിച്ചു വരുന്ന ഇതില് നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിന്റെ അവിടെ നിന്ന് മുതൽ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു ബൈക്കില്. അപ്പോൾ ഒരു ജീപ്പില് ഒരു ചേട്ടൻ കമന്ററി പറഞ്ഞത് ഫുട്ബോളിന് പറയുന്ന ചേട്ടനായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ ഫുട്ബോളിലാണോ കപ്പ് കിട്ടിയത് എന്നുള്ളത് തോന്നിപ്പോയിരുന്നു. ആ ഒരു ഇത് കിട്ടിയാൽ ഞാൻ ഒന്നും കൂടെ പറയാം. ആ ഒരു ആരവത്തിന്റെ മ്യൂസിക് റെഡി. ഐശ്വര്യ റായിയെ മലർത്തിയടിച്ചുകൊണ്ട് നരിക്കുനിയുടെ രാജവീതിയിലൂടെ നരിക്കുനിയുടെ രാജകുമാരി ഇതാ എഴുന്നള്ളുന്നു. അനുഗ്രഹിക്കുവിൻ, ആശീർവദിക്കുവിൻ, അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുവിൻ. അതായിരുന്നു. സൂപ്പർ അടിപൊളിയായിരുന്നു. പക്ഷെ ഇവിടെ നിങ്ങളുടെ കമന്ററി കണ്ടപ്പോ എനിക്ക് തോന്നി എന്താണെന്ന് അറിയോ, പക്രുച്ചേട്ടനെ ഗോൾ അടിച്ച് വിടുമെന്നാ ഞാൻ വിചാരിച്ചത്. അത്രയ്ക്കാരനെ അങ്ങനെ വിടാൻ പറ്റില്ല, ഇത് ഗിന്നസ് ആണ്. വീണ്ടും വിടാൻ പറ്റില്ല. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ, അടുത്ത എപ്പിസോഡ് ഇവരെന്തായാലും നമുക്ക് എന്താണ് ആ കഥ എന്നുള്ളത് പറഞ്ഞു തരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എപ്പിസോഡ് എന്തായാലും നമുക്കൊരു ബ്രേക്കിന് പോയതിനു ശേഷം ബാക്കി പരിപാടിയായിട്ട് വരാം. ഷോർട്ട് ബ്രേക്ക്. എന്റെ കല്യാണം കുളമായി ചേട്ടാ. ഞങ്ങളുടെ വിവാഹം നടക്കുവോ ചേട്ടാ? ഞങ്ങളുടെ കല്യാണം നടക്കുവോ? എടാ, എങ്ങനെ ആന വിരളാതിരിക്കും? എന്താ നിനക്ക് വേറെ ആരും കിട്ടിയില്ലടാ കേട്ടാനായിട്ട്? എന്ത് പറ്റി? നോക്കടാ, ഇതിനാണ് നീ കേട്ടാൻ പോണത്. അമ്മാവൻ എന്തിനാ എന്റെ കൈ കയറി പിടിച്ചത്? നീ എന്തിനാ എന്റെ കൈ കയറി പിടിച്ചത്? ഞാൻ കല്യാണ പെണ്ണാന്ന് വിചാരിച്ച് ഞാൻ കൈ പിടിച്ച് ഓടിയതല്ലേ? അതായിരുന്നാ? ഞാനോർത്ത് നിന്റെ അമ്മാവനല്ലേ നീ എന്നെ രക്ഷിക്കാൻ വേണ്ടി നീ എന്നെ കൈ പിടിച്ചോണ്ട് ഓടിയായിരിക്കും. ഓ അത് ശരി. പാൽപ്പാശം കിട്ടിയില്ലെന്ന് പറഞ്ഞ് പടച്ചോരാരെങ്കിലും വരുത്തിനു കഷ്ടമുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞത്? എങ്ങനെ ആ പെണ്ണിനെ എവിടെ പോയി? ആന വരണ്ട ആപ്പോടെ പ്രശ്നമായല്ലോ. കഴിഞ്ഞ കുറെ നാളായിട്ട് ഈ അമ്പലത്തിൽ മൊത്തം പ്രശ്നമുണ്ട്. ഒരു 2 മാസം മുമ്പ് ഒരു ചെക്കനും പെണ്ണും കല്യാണം കഴിക്കാനായിട്ട് ഇവിടെ വന്നു. താലി കെട്ടണ നേരമായപ്പോ ചെക്കൻ വേറൊരു പെണ്ണിന്റെ കൂടെ ഓടിപ്പോയി. ഇതുപോലെ തന്നെ ഒരു പെണ്ണ് താലി കെട്ടണ നേരമായപ്പോ വേറൊരു ചെക്കന്റെ കൂടെ ഓടി. അയ്യോ, ഇതിപ്പോ ചെക്കനും പെണ്ണും ഓടിയില്ല, പക്ഷെ ആന ഓടി. മൊത്തം പ്രശ്നമാണെന്തേ. അല്ല, ഞങ്ങൾ രണ്ടുപേരും ഓടിയില്ല, പക്ഷെ ആന വരണ്ടപ്പോ ഞങ്ങൾ ഓടിയില്ലേ? രണ്ടും 2 വഴിക്ക്. എന്റെ ബന്ധുക്കളെല്ലാം ഈ അമ്പലത്തിന്റെ 4 വഴിക്ക് ചിതറി കിടക്കുകയാണ്. എടോ, അന്വേഷിക്കണോ? ആരോടെങ്കിലും പിടിച്ച് അന്വേഷിക്കും. അമ്മ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? പോയി അന്വേഷിക്കാൻ നോക്കാം. ഞാൻ
അന്വേഷിച്ചിട്ട് കാര്യമുണ്ടോ? താലി വേണ്ടേ, കെട്ടണ്ടേ, പെണ്ണിനെ അന്വേഷിക്കണ്ടേ? പറഞ്ഞ പോലെ താലി എവിടെ? താലി നിന്റെ പെങ്ങറയില്ലേ കൊടുത്തേക്കണേ? ഞാൻ അമ്മാവന്റെ കയ്യിലല്ലേ താലി വന്നത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അല്ലെന്ന് ഇവൻ പറഞ്ഞു അമ്മാവന്റെ കയ്യിൽ താലി വെച്ച് കഴിഞ്ഞാൽ അത് സൂക്ഷിക്കല, അതുകൊണ്ട് പെങ്ങടെ കൊടുക്കാൻ പറഞ്ഞു. ശരിയാണല്ലോ, ഞാൻ പെങ്ങടയിലാണ്, അവിടെയാണ് പിണ്ടശാവേ അവളിത് അവിടെ പോയി കിടക്കാട്. പിണ്ടദോഷം നിസാരല്ല നിനക്ക്. എനിക്ക് അതല്ലേ കല്യാണം നടക്കാത്തത്. തന്റെ പെങ്ങളെ വിളിക്കുക, എവിടെ താലി വേണ്ട ആദ്യം. എന്റെ ദൈവമേ, ആന എടാ ഇവനെ ഞാൻ കൊല്ലുക. ഹലോ ഹലോ, സുധർമ്മശ്രീയാണോടി? എടാ എടാ പ്രസന്ന, നീ എവിടെ നിൽക്കുന്നടാ? എടി സുധർമ്മശ്രീ, നീ എവിടെ പോയി നിൽക്കുകയാണെന്ന്? അയ്യോ, ഞാൻ ആനക്കൊട്ടില്ല. നീ എവിടെ? ഞാനിവിടെ നമ്മുടെ അമ്പലത്തിന്റെ കിഴക്കേ നടയില്ലേ, ശിവന്റെ കടയിൽ നിൽപ്പുണ്ട്. അയ്യോ, ശിവന്റെ നടയെന്നല്ലേ ഇപ്പൊ ആന ഓടിയത്? നീ അവിടെ പോയി നിൽക്കണോ? അയ്യോ, ശിവന്റെ നടയിൽ നല്ലത് പറഞ്ഞത്. ശിവന്റെ കട, പൂക്കട, വിവാഹാവശ്യത്തിനുള്ള ജണ്ട്, മാല, ബൊക്ക എന്നിവ വളരെ ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്ന, മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുന്ന പൂക്കട ജംഗ്ഷനിലെ ഏക സ്ഥാപനം ശിവ ഫ്ലവേഴ്സ്. പൂക്കട ജംഗ്ഷൻ, അമ്പലമുക്ക്. അടിപൊളി അടിപൊളി. പരസ്യം പറയാനാണോ നീ ഇവിടെ വന്ന? കല്യാണം കഴിക്കാനല്ലേ? അല്ലല്ല, ഹലോ പ്രസന്ന, നീ എവിടെയാന്ന് പറയടാ. എടി അമ്പലത്തിന്റെ കിഴക്കേ നടയിലുള്ള ശിവ ഫ്ലവേഴ്സ് ഇല്ലേ, ശിവന്റെ പൂക്കട. ശിവന്റെ പൂക്കട. വരെ വരെ, നീ അവിടെ നിക്ക്, അവിടെ നിക്ക്. ഇവിടെ വന്ന് നിൽക്കുകയാണോ? പിന്നെ ഞങ്ങൾ ഇവിടെ പോയി നിൽക്കണം. ജീവനും കൊണ്ട് ഓടി ഇവിടെ വന്ന് നിൽക്കുകയാണ്. എന്റെ ബ്രോക്കർ കാശതാ. എന്തോ എന്റെ ബ്രോക്കർ കാശതാ. ഇവിടെ തനിക്ക് കണ്ണിച്ചോരയില്ലെങ്കിലും തന്റെ നെറ്റിച്ചോരയുണ്ട്. അതിന്റെ ഒരു മനസ്സാക്ഷിയെങ്കിലും എന്നോട് കാണിക്കണോ? ഇവിടെ എനിക്ക് കല്യാണം നടക്കാതെ എങ്ങനെയാണോ തന്റെ ബ്രോക്കർ കാശ് വരുന്നത്? കല്യാണം നടന്നില്ലല്ലോ, എനിക്ക് എന്റെ ദക്ഷിണമാണോ? തനിക്ക് നാളാവില്ല കല്യാണം കഴിയാണ്ട് ഈ ബ്രോക്കർ കാശ് ചോദിക്കാനായിട്ട്. എനിക്ക് എന്റെ ബ്രോക്കർ കാശ് കിട്ടണം. കാരണം എന്നാന്നറിയാവോ? ഇവന് പിണ്ടദോഷമുള്ള, അതിനു മുമ്പ് എനിക്ക് എന്റെ കാശ് കിട്ടണം. ഒരു മിനിറ്റ്, കുറെ നേരമായാലും നിങ്ങൾ പറഞ്ഞു എന്താണ് ഈ ഉണ്ടദോഷം? പിണ്ടദോഷമല്ല, പിണ്ടദോഷം. ഇതെന്നെ സംഭവം എന്നറിയാമോ? നാണം കെടുത്താനായിട്ട്. അല്ല, അത് പറയും. ഇവൻ കൊച്ചുനാളിൽ ഭയങ്കര കുരുത്തം കെട്ടവനായിരുന്നു ഈ ചെറുക്കനെ. ഇവൻ ഒരു ദിവസം ആന പിണ്ടയുടെ ഒരുങ്ങിയപ്പോഴത്തേക്ക് ഇവൻ അതിന്റെ ബാക്കിൽ ചെന്ന് പടക്കം പൊട്ടിച്ചു. ആന പിണ്ട പകുതി വന്നതേ ഉള്ളൂ, അതേ സ്പീഡിൽ തന്നെ ഈ സാധനം അകത്തേക്ക് കയറി. ആന പേടിച്ചു. അങ്ങനെ പേടി ദോഷം കിട്ടിയതാണ്. നിങ്ങൾ കെട്ടാനുള്ള പരിപാടി നോക്ക്. കെട്ടാനുള്ള പരിപാടി നോക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ദക്ഷിണതാ. ദക്ഷിണ ചോദിക്കാൻ ഇയാളുണ്ടോ? ദക്ഷിണാമൂർത്തിയോ? നിങ്ങൾ പെണ്ണെവിടെ നോക്ക്. താലി കിട്ടിയിട്ട് കാര്യമില്ല, പെണ്ണിനെ അന്വേഷിക്ക്. മുഹൂർത്തത്തിന് 10 മിനിറ്റ് സമയമുള്ളൂ. ഞാൻ പെണ്ണിനെ വിളിക്ക്. പെണ്ണിനെ ഫോൺ വിളിക്കണം. ഹലോ ഹലോ, നീ എവിടെ നിൽക്കുക? ഇത് പ്രസിഡന്റ് ചേട്ടൻ എവിടെ നിൽക്കുന്നേ? ഞാൻ ശിവന്റെ പൂക്കടയിൽ നിൽപ്പുണ്ട്. വിവാഹ ആവശ്യത്തിനായി വിവാഹ ആവശ്യത്തിനായി മാലകൾ, ബൊക്കകൾ എല്ലാം ഉത്തരവാദിത്തോടെ മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുന്ന ഏക സ്ഥാപനം പൂക്കട ജംഗ്ഷനിലെ കിഴക്കേ നട. പരസ്യം പറയാതെ നീ പെണ്ണിനെ വിളിച്ച് കാര്യം പറയടാ. നീ എന്നെ ഇടയ്ക്ക് തെറ്റിക്കാതിരിക്കട്ടോ. എന്റെ ഒരു പ്രമോഷൻ പോയി. ചേട്ടാ എവിടെ നിൽക്കുന്നേ? ഈ അമ്പലത്തിന്റെ കിഴക്കേ നടയില്ലേ, കിഴക്കേ നടയിലെ പൂക്കടയുണ്ട്, ശിവന്റെ പൂക്കട. അവിടെ നിൽപ്പുണ്ട് ഞാൻ. നീ എവിടെ നിൽക്കുന്നേ? ഞാനിവിടെ കുളിക്കടവിന്റെ അവിടെ. നീ അവിടെ കുളിച്ചില്ലേ? ഞാൻ കുളിച്ചതാ. കുളിക്കടവിൽ പോയി നിൽക്കുന്നത്. ചേട്ടാ, ആന ഓടിച്ചപ്പോ ഞാൻ ഓടി കയറിയത് കുളിക്കടവിലോട്ടാ. ഓ അത് ശരി. ചേട്ടാ, നമ്മളെ ഓടിച്ച ആന ദേ ഇവിടെ നോക്കി നിൽപ്പുണ്ട്. ആന ഇവിടെ നിൽപ്പുണ്ടോ? നീ ഒരു കാര്യം അവനോട് പറഞ്ഞേരെ. അവനൊരു കല്യാണം അലമ്പാക്കിയിട്ട് അവിടെ വന്ന് നിൽക്കുന്നത്. എന്റെ കൺമുന്നിലെങ്ങാനും വന്ന് പെട്ടാൽ പുറംകാലിന് ഞാൻ അടിച്ചിടുമെന്ന് പറഞ്ഞേരെ കേട്ടോ. എന്നാ പിന്നെ ഞാൻ പോയി പറയട്ടോ. നീ ഒരു കാര്യം ചെയ്യ്, നീ പൂക്കടയിലേക്ക് വാ, ഞങ്ങൾ ഇവിടെ കാണും. ശിവന്റെ പൂക്കട. ശിവന്റെ പൂക്കട, ശിവന്റെ പൂക്കട്ടള. വരുന്നുണ്ടോ? ഞാൻ പോയി കാലെ ആണിയുള്ളതാണെന്ന്. ആണിയാണ് വല്ല ഇരുമ്പ് കടയിൽ കൊണ്ട് വിൽക്കും. പോ. അയ്യോ, ആന ഓടാ. എന്റെ അടക്കം നീ ചെറുക്കനെ കണ്ടോ? ചെറുക്കനെ കണ്ടോ? ചെറുക്കനെ കണ്ടോ? കല്യാണ ചെറുക്കനെ കണ്ടോ? കല്യാണ പെണ്ണാണ്. കല്യാണ പെണ്ണാ. എന്റെ ചേച്ചി, നിങ്ങളെ നോക്കിയിട്ട് ഇവിടെ നിൽക്കരുത്. ഇത്ര നേരമായിട്ട് കാണാതായിട്ട് ചക്കനും പാത്തിയും കൂടെ അന്വേഷിച്ചു പോയി. അയ്യോ എന്റെ ദൈവമേ. എന്റെ ചേച്ചി, ഈ ഒരു കല്യാണത്തിനൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോ മുഹൂർത്തമെങ്കിലും കേവലം ഒന്നും നോക്കണ്ടേ? എന്തുകൊണ്ട് നോക്കിയില്ല? 10 പൊരുത്തം ഉണ്ടായിരുന്നു ചേട്ടാ. ആർക്ക്? നിങ്ങൾക്ക് തമ്മില്. ചെക്കനും നിങ്ങളായിട്ടുള്ള പൊരുത്തമല്ല നോക്കേണ്ടത്. ഇവിടെ ആനയും നിങ്ങളായിട്ടുള്ള പൊരുത്തമാണ് നോക്കേണ്ടത്. ഇവിടെയല്ലേ പാടിപ്പോയത്? ചേട്ടാ, ഇപ്പൊ കല്യാണം നടന്നില്ലെങ്കിൽ 10-38 വയസ്സ് കഴിഞ്ഞിട്ട് ഇനി എന്റെ കല്യാണം നടക്കത്തുള്ളൂ, അറിയാവോ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെക്കനും പാത്തി അങ്ങോട്ട് പോയിട്ടുണ്ട്, ചെക്കനും അമ്മാവനൊക്കെ കൂടി. അതിലെ അങ്ങോട്ടാണോ പോയേക്കുന്നെ? വിട്ടുപോയിക്കോ. വേഗം പോ. മൂക്കടപ്പുള്ള ശിവന്റെ കട നമ്മൾ എങ്ങനെ അന്വേഷിക്കും? പൂക്കടയുള്ള ശിവൻ, അത് ഞാനാണ്. പൂക്കടയാണോ? അത് ഇവിടെ എന്റെ ആങ്ങളെ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ആ പെങ്ങളല്ലേ? ആ പെങ്ങളാ, ഞാനാ പെങ്ങള്. പെങ്ങൾ വരട്ടെ, ഇവിടെ പിടിച്ചു നിർത്താൻ ആ അതന്നെ. ആങ്ങളെ പാർട്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇപ്പൊ വരും. അതെ, താലി എന്റെ കയ്യിൽ ഇരിക്കാണേ. താലി? ആ അതെ അതെ. ചേച്ചി ഇവിടെ. പ്രസന്നടാ, അവളെ കണ്ടോടി? നീ എവിടെ? ഞാൻ പെണ്ണിനൊന്നും കണ്ടില്ല. ഇപ്പൊ അവള് എവിടെ പോയി തപ്പാനാണ്? കണ്ടില്ലേ? നീ കണ്ടില്ല? ഇവിടെ വന്നിരുന്നു, നിങ്ങൾ പോയതിന്റെ തൊട്ട് പുറകെ ഇവിടെ വന്നിരുന്നു. എന്ത് ചേട്ടാ ഇവിടെ പിടിച്ചു നിർത്തി കൂടായിരുന്നു? ഞാൻ നിങ്ങളുടെ പുറകെ വിട്ടു. ഇത്ര കഷ്ടമൊന്നും. നീ അളിയനെ കണ്ട? അളിയൻ എവിടെ? അതാ ഞാൻ നോക്കണം. അളിയനെ എവിടെ? ആ അളിയൻ വരട്ടെ. അതെ, നീ ഇപ്പൊ എന്തായാലും താലി പിടിക്കും. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? അളിയനെ വേറെ ആയാലും കിട്ടും. ആ താലി കൊടുത്തേ കല്യാണം പെണ്ണിനെ ഉറപ്പ് തപ്പും. അയ്യോ, ഇനി 10 മിനിറ്റ് കൂടെ അല്ലല്ലോ. 10 മിനിറ്റ് സമയമല്ല. പെണ്ണിനെ സമയത്ത് തപ്പിക്കൊണ്ടൊന്നും കല്യാണം കഴിച്ചില്ലെങ്കിൽ ദൈവമേ, ആന. ഒരു കാര്യം ചെയ്യ്. അപ്പൊ ശിവൻ ചേട്ടാ, എനിക്ക് വേണ്ടി ഒരു സഹായം ഞാൻ എന്താ ചെയ്യട്ടെ? പറ. 10 മിനിറ്റ് കൂടെ ഉള്ളു മുഹൂർത്തത്തിന്. അതെ. ഈ ആന പറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ഞാൻ അവളെ പോയി തപ്പി പിടിച്ചോണ്ട് വരാം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഈ താലി പിടിച്ചോ. എന്താണെന്നറിയോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി പോയി കഴിഞ്ഞാൽ ഈ താലി ആരുടെ കയ്യിലാണെന്ന് പറഞ്ഞ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ കല്യാണം സഹായിക്കണം. ഞാൻ സഹായിക്കണം. ഞാൻ ഹെൽപ്പ് ചെയ്യും. ഞങ്ങൾ പോയി അവളെ ഒന്ന് തപ്പി. ഞാൻ ആ ഭാഗത്ത് നോക്കാം. ഓക്കെ, നമുക്ക് അവിടെ അമ്മ അങ്ങോട്ട് പോകോ. ഞാൻ അങ്ങോട്ട് പോകാം. ഞാൻ ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് പോകണം. ഉറങ്ങാൻ വലിച്ചേരടിക്കുന്നത്. ചേട്ടാ ചേട്ടാ ചേട്ടാ, ചെറുക്കനെ കണ്ടോ? എന്റെ ദൈവമേ, ചെറുക്കനും പാർട്ടി ഇപ്പൊ ഇവിടെ വന്നു. അയ്യോ, എനിക്ക് ഓടി ഓടി വയ്യ. ചെറുക്കൻ എനിക്ക് അങ്ങോട്ട് ഓടാൻ പോയി, വയ്യ. അമ്മാവൻ ഇങ്ങോട്ട് പോയി, ചെറുക്കന്റെ പെങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അയ്യോ, ഞാൻ ഇനിയിപ്പോ എന്ത്? എനിക്കിനി ഓടാൻ വയ്യ ചേട്ടാ. ചേച്ചി, അവര് താരി എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ആണോ? ആ, എന്നിട്ട് എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ. പെണ്ണ് വരാൻ ഇവിടെ പിടിച്ചു നിർത്താൻ പറഞ്ഞേ. ഇനിയിപ്പോ ഒന്നും നോക്കാല്ല, ചേച്ചി ഇവിടെ വെയിറ്റ് ചെയ്യും. ചേട്ടാ, ഒരു കാര്യം അറിയോ? ഇപ്പൊ കല്യാണത്തിന്റെ 2 മിനിറ്റോടെ ഉള്ളു മുഹൂർത്തത്തിന്. ഇപ്പൊ എന്റെ കല്യാണം നടന്നില്ലെങ്കിൽ 19 വയസ്സ് കഴിഞ്ഞ് എന്റെ കല്യാണം നടക്കാൻ അറിയാമോ? 18 വയസ്സിൽ കല്യാണം നടക്കത്തുള്ളു. മുഹൂർത്തത്തിന് ഇനി എത്ര മിനിറ്റ്? 2 മിനിറ്റേ ഉള്ളു. ഇനിയിപ്പോ ഒന്നും നോക്കാല്ലേ ചേച്ചി? ചേച്ചി ആ തലേങ്ങോട്ട് കുടിച്ചേ. സമാനല്ലേ? മുഹൂർത്തത്തിന് മുമ്പ് കാര്യങ്ങൾ കെട്ടദോഷം തീർന്നു. ഓടിവാ. സമയമില്ല. ആ താലി മേടിച്ചെങ്കിൽ കിട്ടിയോ? തന്റെ താലി വന്നിടെ. താലി എവിടെ? താലി എവിടെ കിടക്കുന്നു? താലി കെട്ടി. ഇതാരാണ് ഈ താലി കെട്ടിയത്? അതാ ചേട്ടൻ. എന്തിന്? പ്രസന്ന, താനെന്താ എന്നോട് പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞു? തനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ സഹായം ചെയ്തു. മുഹൂർത്തത്തിന് മുമ്പ് കൃത്യസമയത്ത് ഞാൻ താലി കെട്ടിയിട്ടുണ്ട്. ഇനി താങ്ങോട്ട് പോയിക്കോ. ആ, എടാ, നിന്നോട് ഞാൻ താലി സൂക്ഷിക്കാനല്ലേ പറഞ്ഞത്? അതെ. അല്ല, താലി കെട്ടണമെന്ന് പറഞ്ഞോടാ നാറി. അമ്മാവാ, ഞാനിനി എന്ത് ചെയ്യും? എടി, നിന്റെ കഴുത്ത താലി കെട്ടിയത് അവനല്ലേ? നീ അവന്റെ കൂടെ അങ്ങ് പോ. അപ്പൊ ഞാനോ? നീ ആനയുടെ പുറകെ പോയിട്ട് ആനയുടെ പിണ്ടമൊക്കെ വാരിക്കൊണ്ട് ആനയുടെ പുറകെ നടക്ക്. എന്തിന്? എടാ, നിന്റെ പിണ്ടദോഷം ഒന്ന് മാറട്ടെ. അമ്മാവാ. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് താരവിളയാട്ടം എന്ന് പറയുന്ന സെഗ്മെന്റ് ആണ്. എനിക്കറിയാം പ്രേക്ഷകരുടെ ഒക്കെ ഒരു ഫേവറേറ്റ് സെഗ്മെന്റ് ആണെന്നുള്ളത്. സുരഭി ചേച്ചി, ഈ വ്യക്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് സംഗീതം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പാട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു വ്യക്തിയുടെ മോഹമുണ്ട്, ഗാനഗന്ധർവനായ യേശുദാസ് സാർ. അപ്പൊ ദാസേട്ടന്റെ വോയിസ് ഉള്ള ഒരു വ്യക്തിയാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പാട്ട് എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അതായത് ദാസേട്ടന്റെ അതേ വോയിസിലായിരിക്കും നമ്മുടെ ഇന്നത്തെ താരം ഇവിടെ പാടാൻ പോകുന്നത്. വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം രാഹുൽ സൂര്യ. രാഹുൽ ഏട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ് താമസം. ഏതെങ്കിലും പ്രൊഫഷണൽ ട്രൂപ്പിൽ പാടുന്നതാണോ? ഗസ്റ്റ് ആയിട്ട് വിളിക്കുമ്പോൾ പോകും സാർ. അങ്ങനെ ഫ്രീലാൻഡ് ആണ്. ഫ്രീലാൻഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഗാനങ്ങൾ കേൾക്കാം അല്ലേ? ശരി, തുടങ്ങിക്കോ ചേട്ടാ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. എന്റെ ദൈവമേ, കറക്റ്റ്.
എനിക്ക് ഇവിടെ നിന്നിട്ട് ഞാൻ കുറെ തവണ നോക്കുന്നുണ്ട്, എന്നിട്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ നിന്നുള്ള അല്ല, ഞങ്ങൾക്ക് മനസ്സിലായി പെട്ടെന്ന് മുടിയൊക്കെ ഇങ്ങനെ ഷോക്ക് അടിച്ചിരിക്കുന്നു. അല്ല, എനിക്ക് പെട്ടെന്ന് ഇവിടുന്ന് കേൾക്കുമ്പോൾ ഭയങ്കര രസമുണ്ട്. അത് കാരണം എന്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി. എനിക്ക് ഇനിയും കേൾക്കണം എന്നുണ്ട്. അപ്പൊ ഒരു സിനിമാ പാട്ടായാലോ? അപ്പൊ ഒരു സിനിമാ പാട്ട് കേൾക്കാം. ആകാശദീപങ്ങൾ സാക്ഷി, ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി, അകമെരിയും ആരണ്യ തീരങ്ങളിൽ ഹിമമുടിയിൽ ചായുന്ന വിൺഗംഗയിൽ മറയുകയായി നീയാ ജ്വാലാമുഖം. ആകാശദീപങ്ങൾ സാക്ഷി, ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി. വണ്ടർഫുൾ പെർഫോമൻസ്. താങ്ക് യു. അടിപൊളിയായിരുന്നു. എനിക്ക് ഒരു പാട്ടും കൂടെ കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. അതിനുശേഷം ഞാൻ മാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരാം എന്നാണ് വിചാരിക്കുന്നത്. രാവിലെ ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരുന്നത് നമുക്കിങ്ങനെ നിർത്താൻ പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു ദാസേട്ടൻ പാടിയ ഏതെങ്കിലും ഒരു സിനിമ പാട്ടില്ലേ ഇപ്പൊ ഇഷ്ടമുള്ള പഴയതല്ലേ? പഴയ രീതിയിൽ പഴയ പാട്ടുകളിൽ ദാസേട്ടൻ ദേവരാജ മാഷ് കോമ്പിനേഷൻ മഞ്ജുഭാഷിണി മണിയറ വീണയിൽ മയങ്ങിയുണരുന്നതേതൊരു രാഗം, ഏതൊരു ഗീതം. ഓ മഞ്ജുഭാഷിണി മണിയറ വീണയിൽ മയങ്ങിയുണരുന്നതേതൊരു രാഗം, ഏതൊരു ഗീതം. ഓ മഞ്ജുഭാഷിണി. സൂപ്പർ. അപ്പൊ ഇനി നമുക്ക് മാസ്റ്റേഴ്സിനോട് ചോദിക്കാം. രാവിലെ ഉഗ്രം പാട്ടുകാരനാണ്. എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത് വെച്ചാൽ നല്ല ശബ്ദമുണ്ട്, നന്നായിട്ട് പാടുന്നുണ്ട്. രാഹുലിൻ്റെതായ ഒരു ശബ്ദത്തിൽ രാഹുൽ അറിയപ്പെടണം. ഇപ്പോൾ ദാസേട്ടൻ്റെ വോയിസിലാണ് ഞാൻ പാടുന്നത്, അല്ലെങ്കിൽ ദാസേട്ടനെ അനുകരിക്കുന്നത്. ഗാനമേളകളിൽ ഭയങ്കരമായിട്ട് കൈയടി കിട്ടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ദാസേട്ടൻ്റെ വോയിസിൽ കൃത്യമായിട്ട് ദാസേട്ടൻ പാടിയ പാട്ടുകളൊക്കെ ദാസേട്ടൻ്റെ വോയിസിൽ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് വരി പാടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അപ്ലോസും കാര്യങ്ങളും കിട്ടും. പക്ഷെ അത് ഗാനമേളകളിൽ മാത്രം ഉപയോഗിക്കുക. സ്വന്തമായിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും പുതിയ പാട്ടുകൾ കിട്ടുകയാണെങ്കിൽ സ്വന്തം ശബ്ദത്തിലൂടെ വളർന്നു വരാനായിട്ടുള്ള ശ്രമം ഉണ്ടാക്കുക. താങ്ക് യു സർ. സൂപ്പർ സൂപ്പർ. രാഹുൽജി പൊളിച്ചു, ഗംഭീരായി, അസാധ്യ വോയിസ്. ആദിഷിക്ക പറഞ്ഞ പോലെ ദാസേട്ടനെ പോലെ ഒരു വലിയ പ്ലേ ബാക്ക് സിംഗർ ആവാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കും. താങ്ക് യു സർ. താങ്ക് യു കേട്ടോ, അങ്ങനെ സംഭവിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ചേച്ചി എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ കാണാൻ പറ്റിയില്ലേ. ശരിക്കും ഇങ്ങനെ ശബ്ദമുള്ള ആളുകൾക്ക് ചിലപ്പോൾ പാടാൻ കഴിവ് കിട്ടണമെന്നില്ല. അതെ, ഇത് രണ്ടും കൂടെ ചേർന്ന് വന്നതാണ്. അപ്പോൾ ഇത് നേരത്തെ ഇപ്പോൾ ചേട്ടന് വേറെ ശബ്ദമുണ്ടോ അതോ ഇത് തന്നെയാണോ ഒറിജിനൽ ശബ്ദം? ആരാണ് ഇങ്ങനെ ദാസേട്ടനെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞത്? അങ്ങനെ പറഞ്ഞ സമയത്ത് കുറച്ചും കൂടി കൂടുതൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തിനോട് ചേർത്ത് പാടാൻ ശ്രമിച്ചിരുന്നു. നമ്പർ 1 2 3 4 ഭഗവതിയാണോ മറ്റേ ഇതിനൊക്കെ ക്വസ്റ്റ്യൻ? ശരി, അപ്പൊ ഈ ചോദിച്ചെല്ലാം കൂടെ ഒറ്റ ഉത്തരമായിട്ട് പറയാൻ പറ്റുമെന്ന് നോക്കിക്കോ. ദാസാറിന്റെ ഭയങ്കര ഫാനായിരുന്നു. അങ്ങനെ പഴയ കാലത്ത് ദാസാറിന്റെ കാസറ്റ്സും ഇതെല്ലാം സേവ് ചെയ്യുമായിരുന്നു. പിന്നെ ഈ സ്കൂളിൽ ഓരോ പ്രോഗ്രാം വരുന്ന സമയത്ത് പേര് കൊടുത്തിട്ട് പാടാൻ പേടിയായതുകൊണ്ട് അത് മാത്രമല്ല ഞാൻ മ്യൂസിക് പഠിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ സമയമാകുമ്പോൾ ഞാൻ മുങ്ങും. അപ്പോൾ ടീച്ചർ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നീ പാടിയിട്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാത്തിനും പേര് കൊടുത്തിരിക്കുക. കാര്യം മിമിക്രി, മോണോ, എല്ലാ സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെ മിമിക്രി ചെയ്തപ്പോൾ വേറെയും സിംഗേഴ്സിൻ്റെ വോയിസിൽ പാടിയിട്ട് ഇറങ്ങിയപ്പോഴേക്കും പറഞ്ഞു, ഇതെല്ലാം ദാസാർ ചെയ്ത പോലെ ഇരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ടീച്ചറാണ് ആദ്യമായിട്ട് പറയുന്നത് ദാസാറിൻ്റെ വോയിസ് ഒരു സാമ്യം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതും ഒരു നല്ല ഇത് തന്നെ, ഗംഭീരം തന്നെ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കുറച്ചും കൂടി ക്രിയേറ്റീവും കൂടിയായിട്ട് നാദിർഷക്ക പറഞ്ഞതുപോലെ സ്വന്തം ഇതിലും കൂടെ വരുന്ന സമയത്ത് അതുമുണ്ട് ഇതുമുണ്ട്. നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി രണ്ടും ഒരേപോലെ നമുക്ക് കയ്യിൽ പിടിച്ചു പോയാൽ അതൊരു ഗംഭീരമായിരിക്കും. കുറച്ചും കൂടി കൂടുതൽ നമ്മളുടെ ഐഡൻറ്റിറ്റിക്ക് തന്നെ പ്രാധാന്യം കൊടുത്താൽ അത് അടിപൊളിയായിരിക്കും. എന്തായാലും അസലായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് രാവിലേട്ടാ ഇവിടെ വന്ന് നമുക്ക് ദാസേട്ട ഫുൾ ഒരു ഫീല് നമുക്ക് തന്നേന്. ഓക്കെ,
താങ്ക് യു. അപ്പം ഇക്ക നമുക്ക് ഒരു ചെറിയ സമ്മാനം കൊടുക്കാം അല്ലേ? യെസ്, പ്ലീസ് ജോയിൻ us. ലണ്ടൻ ക്ലാസിക് നൽകുന്ന സമ്മാനമാണ് രാഹുൽ ചേട്ടന് ലഭിക്കുന്നത്. ഓക്കെ. ഒരു സമ്മാനം അങ്ങോട്ട് തന്നു, ഞങ്ങൾക്കൊരു സമ്മാനം തരുമോ? ഒരു പാട്ടോട് ചോദിച്ചോട്ടെ? തീർച്ചയായും സർ, തീർച്ചയായും. മറ്റൊന്നല്ല, നമ്മുടെ ഹരിവരാസനം. പാടാം സർ. അത് ഒന്ന് കേട്ടാ കൊള്ളാം. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണകീർത്തനം ഭക്തമാനസം ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ഒന്ന് അനങ്ങടി, ഒന്ന് അനങ്ങ്. 10 പൈസ ഇവിടുന്ന് ശമ്പളം മേടിക്കുന്നത്. ആണെങ്കിൽ തന്നെ നിൽക്കുന്നത്. നിങ്ങൾക്ക് മാത്രമല്ലല്ലോ എല്ലാ കുഴപ്പങ്ങളും. കൂടെ രാവിലെ ഒരുങ്ങിച്ചെട്ടി വരും. ഇത്ര വലിയ ധൃതി പിടിച്ചുള്ള ഒരുക്കങ്ങളൊക്കെ. എടി, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇല്ല. ഇന്ന് നമ്മുടെ കടയിൽ നിന്ന് ഊണ് കഴിക്കുന്നവർക്ക് ഊണിന്റെ കൂട്ടത്തിൽ പായസം. എന്നാ വിശേഷം? ഇനി നമ്മുടെ മുതലാളിയില്ലേ, മുതലാളിയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അതുകൊണ്ടല്ലേ പായസം കൊടുക്കുന്നത്. അത് മാത്രമല്ല, പുള്ളിയുടെ ഭാര്യയും മകളും പുള്ളി അറിയാതെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ വെച്ച് ഒരു കേക്ക് മുറിക്കുന്നു. പുള്ളിക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്നത്. സാമ്പാറും കൂടെ ആയാൽ ഊട് റെഡി. നീ ആ മഞ്ഞപ്പൊടി ഇങ്ങെടുത്തേ. അയ്യോ, ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഉണ്ടായിരുന്നു, അത് ഞാനെടുത്ത് മുഖത്ത് തേച്ചു. എന്തിനാടി മഞ്ഞപ്പൊടി മാത്രം എടുത്തത്? ഇച്ചിരി മല്ലിപ്പൊടി ഇച്ചിരി മുളകും എടുത്താൽ തിളച്ച എണ്ണക്കകത്തെടുത്തൊക്കെ ചാടാൻ പറ്റും. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് അതിനെല്ലാം കുറ്റം പറയാനേ കാണുള്ളൂ. ഞാൻ ഇച്ചിരി സുന്ദരിയായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്നെ ഇത്ര വലിയ കുഴപ്പം? ഞാനത് ചുമ്മാ തമാശ പറഞ്ഞു. വേണ്ട വേണ്ട, എന്നാ പറഞ്ഞാലും നിങ്ങൾക്ക് ഇതേ ഉള്ളു സ്വഭാവം. ചക്കരമുട്ട എന്നെയും പറയുമ്പോൾ ഉടനെ അങ്ങ് പിണങ്ങാതെ. ഇനി അങ്ങനെ പിണങ്ങോ? പിന്നെ പിണങ്ങാൻ വേണ്ടിട്ടാണോ? നമ്മൾ അങ്ങോട്ട് തുറട്ടാ പിണങ്ങല് കേട്ടോ. ഇനി എന്നെ അങ്ങനെയൊന്നും പറയരുത്, ഞാൻ സുന്ദരിയല്ലേ. ഹലോ, രണ്ടുപേരും സൂക്ഷിച്ചു പോണം. അവിടെ ചെക്കിങ് നടക്കുന്നുണ്ട്. ഹെൽമെറ്റില്ലേ പെറ്റി അടിക്കും. എനിക്കറിയാൻ മേലോട്ട്. നീ ഈ കടയിലെ പണിയാറാണോ? നീ എവിടെ പോയേക്കോട്ടെ? ഞാനൊരു സന്തോഷത്തിലാണ് കേട്ടോ. എന്നാ സന്തോഷത്തില്? എന്റെ കല്യാണം ഉറപ്പിച്ചു. അറിഞ്ഞില്ലേ? നിനക്ക് കല്യാണം ഉറപ്പിച്ചെന്നു? ഓരോ നാട്ടിലെ പെണ്ണുങ്ങൾ പോയി പെണ്ണ് കണ്ടില്ലേ? ആ പെണ്ണ് റെഡിയായി. നിന്റെ ഒരു ഭാഗ്യം. കല്യാണം അടുത്ത ചിങ്ങത്തി ഉണ്ടാവുന്നാ പറഞ്ഞത്. ആണല്ലേ? ചേട്ടോ, ഓ വരും വരും വരും. കഴിച്ചോ? കഴിച്ചത് എന്തൊക്കെയായിരുന്നു? 20 പൊറോട്ട. 20 പൊറോട്ട, 4 ചിക്കൻ ബിരിയാണി, 14 ഇടിയപ്പം, 14 ഇടിയപ്പം, പിന്നെ 4 ചായ, 6 വട. ഒരു കാര്യം പറഞ്ഞാൽ മറ്റൊന്നും തോന്നരുത്. ഈ വയർ കൊണ്ട് എയർപോർട്ടിൽ ചെന്നാൽ സ്വർണ്ണക്കടത്തുകാർ നിന്നെ തൂക്കി എടുക്കുന്നു. 10 കിലോ സ്വർണ്ണം ഇതിനകത്ത് കാണാനും തിരിച്ചറിയത്തില്ല. എന്നാ കിട്ടിയാടാവേ ചേട്ടാ, കൂടുതൽ പറയണ്ട. ഇടിയപ്പം, 14 ഇടിയപ്പം, 650. ഒരു കാര്യം, ഞാൻ വൈകുന്നേരം ചെയ്യാം. ഞാൻ അപ്പുറത്തെ ജോലിക്ക് നിൽക്കുക. വൈകുന്നേരം പണി കഴിഞ്ഞ് ഞാൻ പൈസ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതെ, വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി. പൈസ വെച്ചിട്ട് പോടാ. ചേട്ടാ, ഞാൻ വൈകുന്നേരം തരാന്ന്. പോകരുത്. അല്ല ചേട്ടാ, ഞാൻ വൈകുന്നേരം തരാന്ന്. തിന്നിട്ട് കാശ് തന്നു. ചേട്ടാ, ഇപ്പൊ ഇല്ല. ഞാൻ വൈകുന്നേരം പണി കഴിഞ്ഞിട്ട് അപ്പുറത്തെ പണിന്ന്. മുതലാളി വന്നിട്ട് ഞാൻ വൈകുന്നേരം തരാന്ന്. നിന്റെ വൈകുന്നേരം വേണ്ട. നീ അവിടെ മാറിയെന്ന്. മുതലാളി വന്നിട്ട് പോയാൽ മതി. മുതലാളിയാണ് ഇപ്പൊ വരും.
ആ അവിടെ വരുന്നുണ്ട്. അല്ല എന്റെ കാര്യം അല്ല എന്റെ സാറേ ആഹാരം കഴിച്ചിട്ട് അവന്റെ കാശല്ലെന്നു കണ്ടാലേ ഒരു പാവപ്പെട്ട വീട്ടിലൊരു പയനം തോന്നൂലേ? വിശപ്പുണ്ട് കഴിച്ചായിരിക്കും പൊയ്ക്കോട്ട് പോയി. അതല്ലെന്ന് അങ്ങനല്ലെന്നേ അവനെ പറഞ്ഞു വിടല്ലേ. അവന് കാശ് മേടിക്കും അങ്ങോട്ട്. ഒരു നേരത്തെ ആഹാരം കൊടുത്തെന്ന് പറഞ്ഞ് നമുക്കൊന്നും പറ്റായില്ലല്ലോ. ദൈവം നമുക്ക് കൂടുതൽ തരും. മകളൊരു കാര്യം ചെയ്യും, ഇതുപോലെ തന്നെ തിന്നരുത് കേട്ടോ. ഇതിന് കൂടി എന്തെങ്കിലും മാറ്റി കഴിച്ചിട്ട് പോ കേട്ടോ. സൂക്ഷിച്ചു പോ. വോട്ട് ജീവിച്ചു പൊക്കോട്ട് പണിയാ. രാവിലത്തെ കച്ചവടം എങ്ങനെ ഉണ്ടായിരുന്നു? കച്ചവടം വെച്ചിരുന്ന സാധനം മുഴുവൻ കയറ്റിക്കൊണ്ട് പോയത്. 650 സാധനം മേടിച്ചോണ്ടാ പോയത്. 650 100 പുറത്തോ ഇതൊക്കെ ആദ്യം വേണ്ടിട്ട് പറഞ്ഞുകൂടെ? ഹോട്ടലൊക്കെ മുടിപ്പിക്കൂടാ. എവിടെ സെറ്റപ്പ് ആക്കട്ടെ. ഫോൺ വരുന്നുണ്ട്. ഹലോ, അയ്യോ ആ എവിടെ ടൗണിൽ വന്നോ? ഞാൻ ഹോട്ടലുണ്ട്. സിംഗം ആ ശരി. ഇല്ല പോരെ കുഴപ്പമില്ല. ആയിക്കോട്ടെ. ഓ ശരി. ഞാൻ അവിടെ കാണും. ഓ പണ്ടാറ് കിടക്കണം. എനിക്ക് ഇതാകെ ചടങ്ങാകെ കേട്ടോ. എന്നെ പറ്റിയ കല്യാണം മുടങ്ങിയല്ലോ. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണില്ലേ, പെണ്ണിന്റെ അച്ഛനും ആങ്ങളും കൂടി ഇങ്ങോട്ട് വരുന്നു. ബിരിയാണി പായസം പോട്ടാ. എന്നെ കൊലക്ക് കൊടുക്കാൻ വേണ്ടി പോകണോ? ഞാൻ എന്നെ അവരോട് പറഞ്ഞെന്നറിയോ കല്യാണം വീട്ടിൽ ചെന്നിട്ട്? ഈ ഹോട്ടലിന്റെ ഓണർ ഞാനാണ് അവിടെ പറഞ്ഞത്. ഇവിടെ വന്ന ഞാൻ ഓർഡർ എന്നറിഞ്ഞ അവസ്ഥയാണ് ചോദിക്കുക. വെറും സപ്ലറായിട്ടിരിക്കുന്ന ഏതും പറയാത്ത കാണ്ടാമൃഗത്തിനോട് എന്നി പറഞ്ഞേച്ചാലും മതി ഓണറാണെന്ന്. അയ്യോ അണ്ണാ എന്നെ സഹായിക്കണോ? അങ്ങനെ വേണ്ടി ഞാനായില്ല. പിന്നെ കുഴപ്പമില്ല. എന്നെ പിടിവല്ല എനിക്കറിയത്തില്ല. നിങ്ങൾ വേറെ എന്നാന്ന് വെച്ചാൽ കണ്ടോടെ. ഇത് പറ്റത്തില്ല. ചേട്ടാ ഒരു കല്യാണത്തിന് വേണ്ടിട്ടല്ലേ ഒരു കള്ളം പറഞ്ഞ് അങ്ങ് സമ്മതിക്കും. മുതലാളിയുടെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ പറയുന്നത്? സാരമില്ല, ചേട്ടനെ കുറിച്ച് മുതലാളി വന്നിട്ടുണ്ടോ നോക്കട്ടെ. ഒരു മിനിറ്റ് കൈ കിട്ടുന്നില്ല കേട്ടാ. പൊക്കിക്കോളാം. പണിക്കാരന്മാരുണ്ട്. പുള്ളി ഭയങ്കര ചൂടാ. എനിക്ക് പറ്റത്തില്ല. ചേട്ടാ ഒന്ന് പറ 10 മിനിറ്റത്തേക്ക്. എന്നാ ചൂടായതിനകത്ത് ഒരു തരത്തിലും മേല. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്ന. ശമ്പളം ഇല്ല. 2 മാസം ശമ്പളം നേരത്തെ പറ്റിയില്ലേ? അടുത്ത മാസം ശമ്പളം ഇല്ല. അതാണെങ്കിൽ ചോദിക്കണ്ട. താങ്ക് യു. അയ്യോ അതല്ല, പുതിയ ജുബയാണോ അത്? പുതിയ ജുബ. രസമുണ്ട് കാണാൻ. അതെ എന്നാ സംഭവം അറിയോ? ഒരു കല്യാണത്തിന്റെ കേസ് കേട്ട് പറയാൻ വേണ്ടിട്ടായിരുന്നു. നീ ഇവിടെ കളതിന് വീണ്ടും കെട്ടാൻ പോണം. മഹാഭാവിയാണ് കളതി. അയ്യോ അതല്ല സാറേ, അതല്ല വിഷയം. അതല്ല പിന്നെ സംഭവം എന്നാന്ന് വെച്ചാൽ ഇവനൊരു പെണ്ണ് കണ്ട്. നല്ല കാര്യമല്ലേ? അതങ്ങ് ഉറച്ച് ഒരുപാട് സന്തോഷം. നമ്മുടെ കടയിലെ സ്റ്റാഫിന് കല്യാണം ആയെന്ന് പറഞ്ഞാൽ നമുക്കല്ലേ സന്തോഷം. അപ്പൊ എന്റെ വക 800 ഊണ്. എങ്ങനെയുണ്ട് സന്തോഷം? വളരെ സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ നല്ല മലയാളിയാണ്, സമ്മതിക്കും. അതിൽ ഞാൻ കഴിക്കുന്ന ഊണിന്റെ പൈസ വേണ്ട. ബാക്കി 799 ഊണിന്റെ പൈസ നീ തരണം. ഇതിപ്പോ ചെറിയൊരു പ്രശ്നം. എന്തോ പ്രശ്നം? അതായത് ഈ പെണ്ണിന്റെ അച്ഛനും ആങ്ങളെയും കൂടെ ഇവിടെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങാണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. വരട്ടെ. അപ്പൊ അവര് കടയിലോട്ട് വരുന്നുണ്ട്. വരട്ടെ, കച്ചവടം നടക്കുമല്ലോ. അപ്പൊ വേറൊരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാ ഈ കടയുടെ മുതലാളി ഇവനാന്നാ പറഞ്ഞേക്കുന്നത്. എന്റെ അച്ഛൻ അപ്പൂപ്പന്മാരായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഹോട്ടലാണ് ഈ ഹോട്ടല്. നിന്റെ ഹോട്ടലാണെന്ന് പറയാം. നിനക്ക് എങ്ങനെ പറ്റിയടാ? നീ അവനോട് ചേരുകയാണെങ്കിൽ നിന്നെ ഞാൻ ഈ ഹോട്ടലിൽ പറഞ്ഞു കൊടുക്കും. മനസ്സിലായി? അതിന്റെ സംഭവം അറിയോ? പാവം പിടിച്ചവനല്ലേ. അവരൊരു കല്യാണം നടക്കുവാണെങ്കിൽ നടന്നു പോകാൻ സമ്മതിക്കത്തില്ല. മുതലാളി അപ്പൊ ഒരു കല്യാണത്തിന്റെ കാര്യത്തിലല്ല ചെറിയൊരു കള്ളം പറഞ്ഞ അങ്ങ് ക്ഷമിക്കേ. ഞാൻ സമ്മതിക്കത്തില്ല. നാളെ കരമനയാറ്റിക്കൂടി ചീഞ്ഞ ഒരു ശവം ഒഴുകും. അത് ഇതൊക്കെ സമ്മതിക്കാം. അല്ലെങ്കിൽ അവൻ വല്ല മുതലാളിയുടെ പേരെഴുതി വെച്ച് അവൻ ആറ്റിച്ചാടി ചത്താൽ നാളെ മുതലാളി അകത്ത് പോവും. പിന്നെ ആയിക്കോട്ടെ. എന്നാൽ ഞാൻ സമ്മതിക്കത്തില്ല. സമ്മതിക്കത്തില്ല. ഇല്ല, സമ്മതിക്കത്തില്ല. വേണ്ട. ഈ നിൽക്കുന്ന ചേച്ചിനെ അറിയോ? എവിടെ കണ്ട നല്ല പരിചയമുണ്ട്. ഈ പുള്ളിയുടെ കൂടെ നിൽക്കുന്ന ചേട്ടനെ അറിയോ? ഇവിടെ കണ്ടോ അല്ലേ? ചോദിച്ചു നോക്കി. ഞാനല്ലേ ഇത്? ആണോ? ആണോ?
സരോഹിനി അപ്പുറത്തെ തയ്ക്കാൻ വരുന്ന സരോഹിനി ചേച്ചി. എങ്ങനെ കിട്ടിയത്? ഈ സാധനം ഞാൻ ഇവന് കൊടുത്ത് ഇവൻ ഇതെങ്ങാനും നിങ്ങളുടെ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കാൻ. എന്റെ കുടുംബം തകരും. ആണോ? അവന്റെ കുടുംബം ഒന്ന് ഉയരാൻ വേണ്ടിട്ട് അവൻ ഈ കിടന്ന് ചോദിക്കുന്നത്. ചതിക്കരുത്. അതെ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും. അരമണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ. അവരിങ്ങോട്ട് വന്നൊന്ന് കണ്ടിട്ട് അങ്ങ് പൊക്കോട്ടെ. ഞാനാണ് എന്റെ മുതലാളി. പിന്നെ ഞാൻ സമ്മതിക്കും. സരോഹിനി ചേച്ചി സമ്മതിച്ചു. പക്ഷെ മണിയാ, അരമണിക്കൂറിനകത്ത് അവരെ പറഞ്ഞു വിട്ടോണം. അത്ര കാര്യമുള്ളൂ. പക്ഷെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. അവര് വരാൻ വേണ്ടി സമയമായി. ഇവനാണല്ലോ അരമണിക്കൂറത്തേക്ക് മുതലാളി. ഈ കോലത്ത് നിന്ന് ഇവനേതാ മുതലാളി എന്ന് വല്ലവരും പറയുമോ? അതുകൊണ്ട് മുതലാളി ഈ ഉടുപ്പും ഇവനൊന്ന് കൊടുക്കണം. ഇത് കൊടുക്കാൻ ഞാൻ കൊടുക്കത്തില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഞാൻ കൊടുക്കത്തില്ല. സരോഹിനി ചേച്ചി ഇന്നലെ ഊരി താറാവ് ഫ്രോക്ക് ഇട്ട പോലെ ഉണ്ട്. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ മുതലാളി മണിയനാണെന്ന് പറയത്തുള്ളൂ. അപ്പൊ അവര് വരാൻ സമയം നീ അങ്ങോട്ട് പൊക്കോ. താൻ എന്നാ മുഴുകാൻ നിൽക്കുമോ? ആ കറി അങ്ങോട്ട് ഇളക്കണോ? അങ്ങോട്ട് ഞാൻ ഹോട്ടലിലെ മുതലാളിയല്ലേ? അല്ല സരോഹിനി ചേച്ചി. എടാ ഹോട്ടലിന്റെ പേരെന്തുവാണ് പറഞ്ഞ? സിംഹം. ഇത് തന്നെയാണോ? അത് തന്നെ. എടാ പറഞ്ഞു വെച്ച് നോക്കിയപ്പോ സെറ്റപ്പ് ഒക്കെ കൊള്ളാക്കട്ടെ. അതെ. അയ്യോ, ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. മോനെ മണിയാ, വരുമോനെ മണിയാ, ഇവിടെ ഇല്ലേ? എന്നെ അനുഗ്രഹിക്കുക. ഇതാടാ വിനയം. നന്നായി വരും. എനിക്ക് കാലൊന്നും മാറ്റാമോ? എന്തിനാ ചവിട്ടി പിടിച്ചിരിക്കുക. അയ്യോ, അപ്പൊ ഇതാണ് ഹോട്ടല്. ഇതാണ് ഹോട്ടൽ. അയ്യോ, നീ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടാ. ചെറിയ സെറ്റപ്പ്. പിന്നെ വേറൊരു കാര്യം. എന്താ? കച്ചവടമൊക്കെ എങ്ങനെയാ? ആ തട്ടിമുട്ടിയൊക്കെ പോന്നു. ഒരു 1.5-2 ലക്ഷം രൂപയുടെ കച്ചവടമൊക്കെ ചുമ്മാ അല്ലേ, ഇവിടുത്തെ ജോലിക്കാർക്ക് എങ്ങനെ ആത്മാർത്ഥമുള്ളവരാണ്? ആത്മാർത്ഥല്ലേ? ഞാനിങ്ങനെ പിടിച്ചു പിടിയാൻ നിൽക്കുന്നതുകൊണ്ട് വലിയ ശല്യമില്ലാതെ തട്ടിമുട്ടി പോകുന്നു. അത് വേണ്ടല്ല, പറ്റില്ല. വിളിക്ക്. ഞാനിത് കൊറേ കണ്ടതാ. അല്ല, അച്ഛനൂടെ പറ്റില്ല. എനിക്ക് പറ്റല്ല. ഇവിടുത്തെ ജോലിക്കാരെ വിളിക്കാൻ ഇനി എനിക്ക് ഇവിടെ അവകാശപ്പെട്ട കടയല്ലേ. വിളിക്ക്. അങ്ങനെ വിട്ടാ കൊള്ളൂലല്ലേ. പിന്നെ ഇവൻ പറഞ്ഞായിരുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരുന്നു. ഞാൻ മുതലാളി, മണിയൻ മുതലാളി. മുതലാളി പറഞ്ഞായിരുന്നു അമ്മാവനൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. സൂപ്പിച്ചാ മതി. ഇങ്ങോട്ട് മാറിയിരിക്കും. എന്താ ഇത് ഇവിടുത്തെ കുക്ക് പാചകക്കാരൻ. അപ്പൊ വേവിക്കാനൊക്കെ അറിയാവോ? പിന്നെ ഞാൻ വർഷങ്ങളായിട്ട് ഇവിടുത്തെ പാചകക്കാരനല്ലേ. എന്റെ ചെറുക്കന്റെ കടയുടെ തൊലക്കരുത്. ഇല്ലില്ല. അല്ലെങ്കിൽ ഞാൻ വേവിക്കാൻ പഠിപ്പിക്കാം. ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? ഇപ്പൊ കഴിച്ചു നോക്കിട്ടേ പോകുന്നുള്ളൂ. പാഴ്സൽ വേണം, പാഴ്സൽ. ഇത് ഇദ്ദേഹത്തിന്റെ ഭാര്യ. പറഞ്ഞാലേ ഒരു കാര്യം പറയാം. ഈ തലമുടിയൊക്കെ വാരി കെട്ടി നിൽക്കണം. ആഹാരം കൊടുക്കുമ്പോ അതിന് മുടിവല്ലോ കിടന്നുണ്ടല്ലേ. ഒറ്റണത്തിന് വിളിച്ച് നിർത്തല്ലോ. എല്ലാத்தைയും പറഞ്ഞു. ശരി, ഞങ്ങൾ എന്നാ കൂടെ നിൽക്കട്ടെ. ആയിക്കോട്ടെ. അതാണ് അവിടെ കിടന്ന പതുങ്ങി കളിക്കുന്ന ഇടവഴി. തോന്നിയതായിരിക്കും. നിന്നെ പെണ്ണ് കാണാൻ വന്നേക്കോ. ഇങ്ങോട്ട് വന്നോളാം. അല്ല, തോന്നിയതായിരിക്കും. അതാണ്ടാ മലയാളി അവര് വിളിക്കുന്നു. എന്താണ് അച്ഛൻ വിളിച്ചത്? എനിക്ക് വരാൻ മുതലാളി മണിയൻ. ഇവിടുത്തെ സപ്ലയറാ. എടാ, ഇവനെ കണ്ടിട്ടൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. സത്യം തോന്നിയോ? അച്ഛന് തോന്നിയോ? ഭയങ്കര കള്ളനാ. പിന്നെ ഞാൻ പിടിച്ചുപിടിയാൽ ഇങ്ങനെ കർക്കശക്കാരനാണ്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് പോവാണ്. എടാ, ഞാനൊരു കാര്യം പറയാം മക്കളെ. എന്താ? താക്കോലൊക്കെ സൂക്ഷിച്ചോളണം. അപ്പൊ ഇയാള് യവനെ പോലുള്ള സപ്ലയർമാരാണ് ഓരോന്ന് അടിച്ചോണ്ട് പോണത്. അവസാനം നിനക്ക് ഇന്റെ കടവറ അടിച്ചോണ്ട് പൊക്കളയും. അതുകൊണ്ട് സൂക്ഷിച്ചോളണം. അറിവിന് നന്ദി അച്ഛാ. എല്ലാം പറയും പൊളിക്കും ഞാൻ. എല്ലാം പറഞ്ഞ പൊളിക്കും ഞാൻ. ബിരിയാണി മാത്രം പോലെ ചായ വേണം. അതെന്തോന്ന് പഞ്ചാര? പഞ്ചാര ചക്കരം കട്ടിനോട് ചായ എടുത്തോടാ. അച്ഛന് ബിരിയാണി ആവശ്യം പോലെ ഞാൻ തരും. മക്കളെ സന്തോഷമായടാ. എനിക്ക് ഉയിര് പേടിയായിരുന്നു. അല്ല, അമ്മയും കൂടെ കൊണ്ടുവരും. അല്ല, അമ്മ ഇനി കൊണ്ടുവരാൻ കൂടെ പെണ്ണിനെ കൂടെ ചായ കൊടുക്കണേ.
അയ്യേ എന്തുവാണ് ഇതെന്ത് കൈ കാണിച്ച് നഖം വെട്ടാതെ വൃത്തികെട്ട അയ്യേ ഇങ്ങനെയാണ് ഇവനെ പോലുള്ളവനെ ഇവിടെ നിർത്താൻ പാടില്ല. നമ്മളെ മേടിക്കാൻ മാത്രം എല്ലാവരും മക്കളെ മണിയോ എന്റെ പൊന്നു ഇതൊന്നും വേണ്ടാന്ന്. എനിക്ക് നാണക്കേട് ഈ വയസ്സാം കാലത്ത്. എന്ത് നാണക്കേട് ഈ വയസ്സാം കാലത്ത്? എന്താ ഒരു പ്രശ്നവുമില്ല. അമ്മ നടന്ന് അച്ഛന് സർപ്രൈസ് കൊടുക്കാനുള്ളതാ. എനിക്ക് എന്താ കേക്കൊക്കെ ആയിട്ട് വല്ല വിശേഷം വല്ലതും ഇന്ന് എന്റെ അച്ഛന്റെ അമ്മേന്റെ വെഡിങ് ആനിവേഴ്സറിയാ. അച്ഛൻ അറിയാണ്ട് ഇവിടുന്ന് കേക്ക് കട്ട് ചെയ്ത് അച്ഛനൊരു സർപ്രൈസ് കൊടുക്കണം. മക്കളെ നോക്കണേ, ഇവിടെ ഇങ്ങനത്തെ ഫാമിലിയൊക്കെ വരും. അപ്പൊ നമുക്ക് അച്ഛൻ വരുമല്ലേ? അല്ല, മോളുടെ അച്ഛൻ ഇവിടെ തന്നെ ഉണ്ട്. മണിയാ കസ്റ്റമർ വന്നിരിക്കുന്നു. മണിയാ മക്കളെ കസ്റ്റമർ വന്നിരിക്കുന്നു. എന്തുവാണ് അച്ഛനെ കാണിക്കാൻ ഞാനൊരു മാജിക് കാണിക്കുവായിരുന്നു. താങ്ക് യു. മലയാളി അണ്ണ മുതലാളിയുടെ ഭാര്യ മോളും വന്നിരിക്കുന്നു. അവരോട് വന്നിരിക്കുക. എന്റെ ദൈവമേ എങ്ങനെ അവർ ഞാൻ ചെല്ലുന്നത്? ഇതടാ ഞാൻ അങ്ങോട്ടൊന്ന് പോകും. മുതലാളി രക്ഷിക്കുമല്ലോ. വേറെ വിഷയങ്ങൾ ഉണ്ടാവുമല്ലോ. അയ്യോ അയ്യോ, ആകെ വൃത്തിയേടായല്ലോ. കുഴപ്പമില്ല, ഇപ്പൊ ക്ലീൻ ചെയ്ത് തരാം. എന്നെ പറ്റി നീ നിന്റെ ജോലി സപ്ലൈ വിളി. അത് കുഴപ്പമില്ല. ഞാൻ തന്നെ അങ്ങനെ ഓരോരുത്തരും അങ്ങനെ അവിടെ മൊത്തം കുളമായിട്ടിരിക്കുവാന്ന് അങ്ങോട്ട് ചെയ്തെങ്കിൽ രണ്ടിനെ പൊക്കുമെന്ന്. ഞാൻ തുറക്കാം. നീയാണോ തുറക്കുന്നത്? സപ്ലയർ വേണ്ട കൂലി കാലിൽ നിർത്തിയേക്കല്ലേ ഇങ്ങോട്ട് പോയി. വേണ്ട, അത് ശരിയാകുമല്ലോ. ഈ സപ്ലയറെ ഇങ്ങോട്ട് വിളിച്ചാ വലിയ പാടില്ല. നിങ്ങൾക്ക് എന്തൊക്കെയാ കാണിക്കുന്നേ? എന്താ മനുഷ്യ? എന്താ ഇതൊക്കെ? തുടച്ചിട്ട് സംസാരിക്കാം. അപ്പൊ ഈ സപ്ലയർ നിങ്ങൾക്ക് അറിയാവൂ? സപ്ലയറോ? ഇതെന്റെ ഭർത്താവ്, ഈ ഹോട്ടലിന്റെ ഉടമ. അപ്പൊ ഇത് സപ്ലയർ മണിയൻ. എടാ പരമദ്രോഹി. അപ്പൊ നീ എന്റെ വീട്ടിൽ പെണ്ണുകാണാൻ വന്നപ്പോ എന്തോടാ പറഞ്ഞത്? നിന്റെ ഹോട്ടലാണെന്നല്ലേ? സോറി, എനി ഒരു അബദ്ധം പറ്റിപ്പോയി. ഇനി എന്റെ വീടിന്റെ പരിസരത്ത് കണ്ടുപോകുന്നില്ല. നിനക്ക് പെണ്ണുമില്ല, പിടക്കോഴിയില്ല. അങ്ങനെ എന്റെ കല്യാണം മുടങ്ങി. മുതലാളി, എന്റെ കല്യാണം മുടങ്ങിയ സ്ഥിതിക്ക് ഈ വെഡിങ് ആനിവേഴ്സറി കേക്ക് മുറിച്ച് ആഘോഷിച്ചാലോ? സോ വ്യൂവേഴ്സ്, നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ റിമൈൻഡർ. ഇതിന്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു സുരഭി ചേച്ചിയും പക്രു ചേട്ടനും തമ്മിലുള്ള ഒരു കഥ അടുത്ത എപ്പിസോഡ് പറയുന്നതായിരിക്കും. ഞെട്ടിക്കുന്ന രഹസ്യം ഞങ്ങൾ പുറത്തു വിടും. അടുത്ത എപ്പിസോഡ് അത് കാത്തിരുന്ന് ഞങ്ങളും പ്രേക്ഷകരും മിക്കയും റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത എപ്പിസോഡ് കാണാം. ബൈ. ഗുഡ് നൈറ്റ്. Costume courtesy for Nadir Shah, London Classic Casual Shirts. Costume courtesy for Guinness Pakru, Max. Costume courtesy for Elena, Ladies Planet. Jewelry courtesy for